നമസ്കാരം പ്രിയപ്പെട്ടവരെ. അറിവിന്റെ വെളിച്ചം വരും തലമുറകളിലേക്ക് പകർന്നു നൽകാൻ താൻ കെട്ടിപ്പടുത്ത വിദ്യാലയം സർക്കാരിനായി സമർപ്പിച്ച ഒരു വലിയ മനുഷ്യന്റെ ഓർമ്മകളിലേക്ക് ഇന്ന് മൂക്കുതല ഗ്രാമം ഉണരുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് വിഖ്യാത വിദ്യാഭ്യാസ വിചക്ഷണൻ ശ്രീ ചിത്രൻ നമ്പൂതിരിപ്പാട് സ്നേഹപൂർവ്വം നാടിന് സമർപ്പിച്ച മൂക്കുതല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലാണ്. അദ്ദേഹം വിട പറഞ്ഞിട്ട് 2.5 വർഷം പിന്നിടുന്നു. ചിത്രൻ നമ്പൂതിരിപ്പാട് ജനിച്ചത് ജനുവരി 6-നാണെങ്കിലും സ്കൂളിന്റെയും മറ്റും സൗകര്യം കണക്കിലെടുത്ത് ജനുവരി 2-നാണ് ഈ ജന്മദിനാഘോഷവും സ്മരണാദിനവും ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. മൂക്കുതല ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളാണ് പ്രിയപ്പെട്ട ഗുരുവിനോടുള്ള ആദരസൂചകമായി ഈ ചടങ്ങുകൾ ഒരുക്കിയിരിക്കുന്നത്. ഈ സ്മരണാദിനത്തിൽ നാട്ടുകാരും ഒത്തുചേർന്ന് അദ്ദേഹത്തോടുള്ള സ്നേഹം പങ്കുവെക്കുന്നു. സ്കൂൾ ഗേറ്റിലെ ഈ ബോർഡിൽ തെളിയുന്നത് വെറുമൊരു അറിയിപ്പല്ല, മറിച്ച് ഈ നാടിന്റെ നന്ദി പ്രകടനമാണ്. തന്റെ സമ്പാദ്യവും ആയസ്സും ഒരു നാടിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്കായി നീക്കിവെച്ച ആ വലിയ മനസ്സിനെ സ്മരിക്കാൻ ഇന്ന് ഇവിടം ഒരുങ്ങിയിരിക്കുന്നു. പ്രിയപ്പെട്ട ശ്രീ ചിത്രൻ നമ്പൂതിരിപ്പാടിനോടുള്ള ആദരവ് പ്രകടിപ്പിക്കാൻ പഴയകാല വിദ്യാർത്ഥികളും പൊതുജനങ്ങളും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വരുന്ന ഈ മുഖങ്ങളിൽ കാണുന്നത് അദ്ദേഹം കൊളുത്തിവെച്ച അറിവിന്റെ കെടാവിളക്കുകളാണ്. പഴയ വിദ്യാർത്ഥികളെയും നാട്ടുകാരെയും പിന്നിട്ട് ഞാൻ സ്കൂൾ കോമ്പൗണ്ടിനകത്തേക്ക് നടക്കുകയാണ്. കാലത്തിനൊപ്പം മാറി സഞ്ചരിച്ച ഈ വിദ്യാലയമുറ്റത്ത് ഇന്ന് ആധുനിക സൗകര്യങ്ങളുള്ള പുതിയ കെട്ടിടങ്ങൾ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. വികസനത്തിന്റെ ഈ പുതിയ മുഖങ്ങൾക്കിടയിലും ഞാൻ തിരയുന്നത് മാറ്റമില്ലാതെ തുടരുന്ന ഒരു കരിങ്കൽ കെട്ടിടത്തെയാണ്. എത്ര കാലം കഴിഞ്ഞാലും എത്ര മാറ്റങ്ങൾ വന്നാലും ഈ വിദ്യാലയത്തിന്റെ ചരിത്രം പേറി ഇന്നും തല ഉയർത്തി നിൽക്കുന്നത് ഞങ്ങൾ പഠിച്ചിറങ്ങിയ ഈ കരിങ്കൽ കെട്ടിടം തന്നെയാണ്. പഴയകാലത്തെ ഓർമ്മകളെയും ഇവിടെ പഠിച്ചിറങ്ങിയ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ കലപില ശബ്ദങ്ങളെയും ഈ ചുവരുകൾ ഇന്നും ഉള്ളിൽ ഒളിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്കൂൾ പരിസരം ഒന്ന് ചുറ്റിക്കാണാം. സ്കൂൾ പറമ്പിലൂടെയുള്ള ഈ നടത്തം ചെന്നെത്തുന്നത് ഇവിടുത്തെ തണൽ വിരിച്ചു നിൽക്കുന്ന നെല്ലിമരങ്ങളുടെ ചുവട്ടിലേക്കാണ്. ഈ മരങ്ങൾക്കിടയിലൂടെ വീശുന്ന കാറ്റിന് പോലും ആ പഴയ കാലത്തിന്റെ ഗന്ധമാണ്. തലമുറകൾക്ക് തണലേകിയ ഈ നെല്ലിമരങ്ങൾ ഈ വിദ്യാലയത്തിന്റെ നിശബ്ദ സാക്ഷികളാണ്. ഇവിടെ വിരിയുന്ന നെല്ലിക്കകൾക്ക് അന്നും ഇന്നും ഒരേ മധുരമാണ്. ശ്രീ ചിത്രൻ നമ്പൂതിരിപ്പാട് എന്ന മഹാമനുഷ്യനെ പോലെ മായാതെ നിൽക്കുന്ന മധുരം. പുറത്തെ കാഴ്ചകളിൽ നിന്ന് ഞാൻ ഓഡിറ്റോറിയത്തിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. നിലവിളക്കിനും പുഷ്പങ്ങൾക്കും മധ്യേ സ്നേഹപൂർവ്വം ചിരിച്ചു നിൽക്കുന്ന ചിത്രൻ നമ്പൂതിരിപ്പാടിന്റെ ചിത്രം. ഈ വെളിച്ചത്തിനു മുന്നിൽ നിൽക്കുമ്പോൾ അദ്ദേഹം ഇന്നും നമുക്കിടയിൽ ഉണ്ടെന്ന് തോന്നുമാറ് അത്രമേൽ പരിശുദ്ധമായ ഒരു അന്തരീക്ഷം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു. ഈ ചടങ്ങിന്റെ സാന്നിധ്യമായി അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മക്കളും മരുമകളുമുണ്ട്. അച്ഛന്റെ ഓർമ്മകൾക്ക് മുന്നിൽ അദ്ദേഹം കാത്തു സൂക്ഷിച്ച മൂല്യങ്ങളെ നെഞ്ചോട് ചേർത്ത് അവരും ഈ ഓർമ്മ ദിനത്തിന്റെ ഭാഗമാവുകയാണ്. ഇവിടെ ഒരു നാട് മുഴുവൻ ഒത്തുചേരുമ്പോൾ ഇത് കേവലം ഒരു ചടങ്ങല്ല,
ഒരു വലിയ മനുഷ്യന് ഈ മണ്ണ് നൽകുന്ന സ്നേഹോദരമാണ്. വർഷങ്ങൾക്കിപ്പുറം കണ്ടുമുട്ടിയ സുഹൃത്തുക്കളും നാട്ടുകാരും ഗതകാല സ്മരണകൾ പങ്കുവെക്കുന്ന തിരക്കിലാണിവിടെ. ഈ ഒത്തുചേരലുകൾക്ക് പ്രിയപ്പെട്ട ചിത്ര നമ്പൂതിരിപ്പാടിന്റെ ഓർമ്മകൾ ഒരു വലിയ ചാലക ശക്തിയായി മാറുന്നു. കൂട്ടത്തിൽ എന്റെ ക്യാമറ കണ്ണുകൾ ചെന്നു നിന്നത് ഒരാളിലാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോബ് മാഷ്. പ്രായാധിക്യത്തിന്റെ അവശതകൾ ഉണ്ടെങ്കിലും തന്റെ പ്രിയപ്പെട്ട വിദ്യാലയത്തിലെ ഈ ഓർമ്മ ദിനത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹവും എത്തിയിരിക്കുന്നു. കസേരയിലിരുന്ന് അദ്ദേഹം മറ്റുള്ളവരോട് കുശലം പങ്കുവെക്കുമ്പോൾ അത് കാണുന്നത് തന്നെ ഒരു സന്തോഷമാണ്. ചിത്രൻ നമ്പൂതിരിപ്പാടിന്റെ മക്കളും മരുമകളും ആദരവോടെ അദ്ദേഹത്തോട് സംസാരിക്കുന്നു. ഗുരുതുല്യമായ ആ സാന്നിധ്യം അവർക്കും ഈ ചടങ്ങിനും ഒരുപോലെ പ്രിയപ്പെട്ടതാണ്. മൂക്കുതല സ്കൂളിന്റെ ചരിത്രത്തിൽ ജോബ് മാഷ് എന്നാൽ അച്ചടക്കത്തിന്റെ മറുപേരായിരുന്നു. ഒരു ഡ്രിൽ മാഷ് എന്നതിലുപരി സ്കൂളിന്റെ മൊത്തം നിയന്ത്രണവും അദ്ദേഹത്തിന്റെ കൈകളിലായിരുന്നു. ആ പഴയ സിംഹം ഇന്ന് ശാന്തനായി ഇരിക്കുന്നത് കാണുമ്പോൾ മനസ്സിൽ ഒരു പിടി പഴയ ഓർമ്മകൾ വിരുന്നെത്തുന്നു. ചടങ്ങുകളുടെ ഔദ്യോഗികമായ തുടക്കം കുറിച്ചുകൊണ്ട് തിരി തെളിയിക്കുന്നു. പ്രിയപ്പെട്ട ചിത്രൻ നമ്പൂതിരിപ്പാടിന്റെ സ്മരണയ്ക്ക് മുന്നിൽ ആദരവോടെ പുഷ്പാർച്ചന ആരംഭിക്കുകയാണ്. ലോകമേ തറവാട്, ലോകമേ തറവാടു തനിക്ക്, ഈ ചെടികളും പുൽകളും പുഴുക്കളും കൂടി തൻ കുടുംബക്കാർ. ത്യാഗമെന്നതേ നേട്ടം, സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും നാട്ടിലെ പ്രധാന വ്യക്തിത്വങ്ങളും വരിവരിയായി എത്തി അദ്ദേഹത്തിന്റെ ചിത്രത്തിന് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു. ഇവിടെ ഒരുക്കി വച്ചിരിക്കുന്ന താലത്തിൽ നിന്ന് പുഷ്പങ്ങൾ കൈകളിലെടുത്ത് ഭക്തിപൂർവം അദ്ദേഹത്തിന് സമർപ്പിക്കുമ്പോൾ ഓരോ മുഖത്തും ആ വലിയ മനുഷ്യനോടുള്ള ആദരവ് പ്രകടമാണ്. വിട പറഞ്ഞ് വർഷങ്ങൾ പിന്നിടുമ്പോഴും അദ്ദേഹം പകർന്നു നൽകിയ മൂല്യങ്ങൾ ഈ നാട്ടിലെ ഓരോ വ്യക്തിത്വങ്ങളെയും ഇന്നും സ്വാധീനിക്കുന്നു എന്നതിന് തെളിവാണ് ഓരോ പുഷ്പാർച്ചനയും. ഈ മണ്ണുള്ളിടത്തോളം കാലം, വിജ്ഞാനത്തിന്റെ ഈ ആലയം ഉള്ളിടത്തോളം കാലം ചിത്രൻ നമ്പൂതിരിപ്പാട് എന്ന പേര് ഓരോ മൂക്കുതലക്കാരന്റെയും ഹൃദയത്തിൽ ഒരു കെടാവിളക്കായി ജ്വലിച്ചു നിൽക്കും. ദുർലഭ തീർത്ഥഹ്രദം, കജ്ജളോദ്ഗമമില്ലാത്തോരു മംഗളദീപം, പാമ്പുകൾ തീണ്ടിടാത്ത മാണിക്യ മഹാനിധി, പാഴ്നിഴലുണ്ടാക്കാത്ത പൂനിലാവൻ ആചാര്യൻ. ശസ്ത്രമെന്നിയേ ധർമ്മസങ്കരം നടത്തുന്നോൻ, പുസ്തകമെന്നേ പുണ്യാധ്യാപനം പുലർത്തുന്നോൻ, ഔഷധമെന്നേ രോഗം ശമിപ്പിപ്പവൻ, ഹിംസാദോഷമെന്നിയേ യജ്ഞം ചെയ്വവനെന്നാചാര്യൻ. ശാശ്വതമഹിംസയാണം മഹാത്മാവിൻ വ്രതം, ശാന്തിയാണവിടേക്കു പരദേവത പണ്ടേ. ഓതുമാറുണ്ടദ്ദേഹം അഹിംസാമണിച്ചട്ട, ഏതുടവാളിൻ കൊടുവായി തലമടക്കാത്തു. ഓതുമാറുണ്ടദ്ദേഹം അഹിംസാമണിച്ചട്ട, ഏതുടവാളിൻ കൊടുവായി തലമടക്കാത്തു. ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ബുദ്ധന്റെ അഹിംസയും
ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രന്തിദേവന്റെ ദയാവായ്പും ശ്രീഹരിശ്ചന്ദ്രനുള്ള സത്യവും മുഹമ്മദിൻ സ്ഥൈര്യവും ഒരാളിൽ ചേർന്നൊത്തു കാണണമെങ്കിൽ ചെല്ലുവിൻ ഭവാന്മാരൻ ഗുരുവിൻ നികടത്തിൽ, അല്ലായിൽ അവിടുത്തെ ചരിത്രം വായിക്കുവിൻ. ഗീതയ്ക്കു മാതാവായി പുഷ്പാർച്ചനയ്ക്ക് ശേഷം വേദിയിൽ പ്രാർത്ഥനാ ഗീതം ആലപിക്കുകയാണ്. സദസ്സിലുള്ളവരെല്ലാം ആദരവോടെ എഴുന്നേറ്റ് നിൽക്കുന്നു. ഒരു കൊച്ചു മിടുക്കിയുടെ സ്വരത്തിൽ മുഴങ്ങുന്ന പ്രാർത്ഥനാ ഗീതം ഈ അന്തരീക്ഷത്തെ കൂടുതൽ ഭക്തിസാന്ദ്രമാക്കുന്നു. ശ്രീധന്യമേ നിത്യ ചൈതന്യമേ കൈകൾ കൂപ്പുന്നു സമ്പൂർ സന്നിധിയിൽ, മതജാതി വർണ്ണങ്ങൾ എല്ലാം മറന്നേക മനസായി നമിക്കുന്നു ചാരാന്തരം. ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ നിന്റെ പ്രിയ മക്കളാ ഞങ്ങളെല്ലാവരും. ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ നിന്റെ പ്രിയ മക്കളാ ഞങ്ങളെല്ലാവരും. തോളോട് തോൾ ചേർന്നു സൗഹാർദ്ദമായി പാടി മുന്നേറുവാൻ വരം നൽകണമേ. ശ്രീധന്യമേ നിത്യ ചൈതന്യമേ കൈകൾ കൂപ്പുന്നു സമ്പൂര സന്നിധിയിൽ, മതജാതി വർണ്ണങ്ങൾ എല്ലാം മറന്നേക മനസായി നമിക്കുന്നു ചാരാന്തരം. മനസായി നമിക്കുന്നു ചാരാന്തരം. ചാരാന്തരം ചാരാന്തരം. ദേശത്തെ കാണൂ ശമമേ ശീലിച്ചെഴും ഇത്തരം സിംഹത്തിനെ. ഗംഗയാറൊഴുകുന്ന നാട്ടിലെ ശരിക്കിത്ര മംഗളം കായ്ക്കും കൽപ്പപാദപമുണ്ടായി വരൂ. നമസ്തേ ഗതദർശ. തുടർന്ന് അധ്യക്ഷ പ്രസംഗവും സ്വാഗത പ്രസംഗവുമാണ് വേദിയിൽ നടക്കുന്നത്. നമ്മളെ വേർപിരിഞ്ഞു പോയ പത്മശ്രീ പി ചിത്രംപുരിപ്പാട് അവരുടെ ജന്മദിനമാണെന്ന് നമുക്കറിയാം. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലും വിദ്യാഭ്യാസ മേഖലകളിലും പരിവർത്തനത്തിൻ്റെതായ നാന്തി കുറിച്ചുകൊണ്ട് വ്യത്യസ്ത മേഖലകളിൽ കഴിവുകളിച്ച വ്യക്തിത്വമാണ് നമ്മുടെ എല്ലാവരുടെയും ഗുരുനാഥനും എല്ലാവരുടെയും ആദരണീയമായ ശ്രീ പി ചിത്രംപുരിപ്പാട് അവർ. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നമുക്ക് ഇത്രയും മനോഹരമായ, അത്രയും ആധുനിക കാഴ്ചപ്പാടോടുകൂടി നമുക്ക് വിദ്യാലയത്തിൻ്റെതായ അങ്കണത്തിൽ അദ്ദേഹത്തിൻ്റെ സ്മരണകൾ കൊണ്ട് നമുക്ക് ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കാം. പൂർവ്വ വിദ്യാർത്ഥി സംഘടന എല്ലാ വർഷവും ഇനി ജനുവരി 2 നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു സെക്രട്ടറി, പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ സെക്രട്ടറി ശ്രീ കെ വി ഉമേഷ് സാധനം ക്ഷണിക്കും. ആരാധനായ ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷൻ അടാട്ട് വാസുദേവൻ മാസ്റ്റർ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റ് ജനപ്രതിനിധികളടക്കമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ചിത്രം തമ്പുരിപ്പാടിനെ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഏറെ നാളായി മനസ്സിലൊരു തങ്കവിഗ്രഹം പോലെ കരുതുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികളെ, നാട്ടുകാരെ, ഈ വിദ്യാലയത്തിൻ്റെ അധ്യാകാംക്ഷികളെ, പൂർവ്വ അധ്യാപകരെ, എല്ലാവർക്കും നമസ്കാരം. ഇവിടെ എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാവരെയും
ഇവിടെ ചില ആളുകൾ വന്നിട്ടുണ്ട്, ബാക്കി എത്താൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല എല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷ ഭാഷണം നടത്തുന്നതിന് വേണ്ടി കടാട്ട് വാസുദേവൻ മാഷെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരെ, സ്വാഗതം പറയുക എന്നുള്ളത് ഈ യോഗത്തിൽ ഒരു ചെറിയ പ്രയാസമുള്ളതാണെന്ന് എനിക്ക് മുമ്പേ തന്നെ തോന്നിയിരുന്നു. പറയുകയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളെയും പേരെടുത്ത് പറയേണ്ടതാണ്. എനിക്കിപ്പോൾ തോന്നുന്നത് ഇവിടെയുള്ള എല്ലാ ആളുകളെയും പേരെടുത്ത് അഭിസംബോധന ചെയ്യാനുള്ള വ്യക്തിബന്ധം ഇവിടെ സദസ്സിലും വേദിയിലുമുള്ള ആളുകളുമായിട്ടുണ്ട്. പക്ഷേ ഈ ചടങ്ങിൻ്റെ ഒരു പ്രത്യേകതയും സമയത്തിൻ്റെ പ്രശ്നമൊക്കെ കണക്കെടുത്തുകൊണ്ട് ഞാനങ്ങനെ പേരെടുത്ത് പറയുന്നില്ല. പക്ഷെ ഞങ്ങളെത്തിയ മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ അനുസ്മരണ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, നന്നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശാന്തിനി മേഡത്തിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ചടങ്ങിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കുന്നത് നന്നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ചാന്ദിനിയാണ്. ശേഷം ഈ സ്മരണാ ദിനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ശ്രീ അജിത്ത് കൊളാടിയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ സ്വാഗതമാശത്തെ നമ്മുടെ ഉണ്ണീഷ്ണൻ, അധ്യക്ഷ അലങ്കാരപദം അവതരിപ്പിച്ച നമ്മുടെ അടാട്ട് വാസുദേവൻ മാഷ്, മറ്റ് ആമുഖം നടത്തിയ നമ്മുടെ സാറ് ഇവിടെ ഇരിക്കുന്നുണ്ട്, മറ്റ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ നമുക്കറിയാം. ഇപ്പോൾ ഇവിടെ ആദ്യം സ്വാഗതം പറഞ്ഞപ്പോൾ ഉണ്ണീഷ്ണൻ നമ്മുടെ ഗുരുനാഥനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ അധ്യക്ഷ പ്രസംഗികളും നമ്മൾക്ക് നമ്മുടെ ഗുരുനാഥനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞു തന്നു. പിന്നെ ഞാനിവിടെ വന്നിട്ടൊരു 30 വർഷമായിട്ടുള്ളൂ. പക്ഷേ എനിക്ക് നമ്മുടെ ഗുരുനാഥൻ്റെ അനുഗ്രഹം വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള ഒരു വിഷമേ നമുക്കുള്ളൂ. എന്നാലും ഞാൻ കണ്ടിട്ടുണ്ട്, പല വേദികളും സാർ എത്താറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വിദ്യാഭ്യാസമായാലും ആരോഗ്യരംഗത്തായാലും കായിക കലാമേള എല്ലാ രംഗത്തും നമുക്ക് അദ്ദേഹത്തിൻ്റെ അനുസ്മരണ പ്രഭാഷണത്തിന് വേണ്ടി ശ്രീ അജിത് കൊളാടി അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കാം. പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ വാസുദേവ മാഷ്, ഇവിടെ ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്, ആദരണീയരായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മെമ്പർമാർ, പ്രിയ സഹോദരി സഹോദരന്മാർ, ബഹുമാന്യരായ ചിത്രനമ്പരിപ്പാടിൻ്റെ മക്കളടക്കമുള്ള കുടുംബാംഗങ്ങൾ, ഒരു മനുഷ്യനെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മാനവികതയും സ്നേഹവും സഹിഷ്ണുതയും സാഹോദര്യവുമെല്ലാം തീരെ ചോർന്നു പോയിട്ടുള്ളൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് ഇന്ത്യയിലുമില്ല സ്നേഹം, കേരളത്തിലുമില്ല സ്നേഹം. അത് കുറയാനുള്ള കാരണം മാനവിക മൂല്യങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള മനുഷ്യരുടെ താല്പര്യമില്ലായ്മയാണ്. ആ താല്പര്യമില്ലായ്മ മനുഷ്യരിൽ ഉളവാക്കിയത് കഴിഞ്ഞ 4-5 ദശകങ്ങളായി ലോകത്തും ഇന്ത്യയിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക, മതപരമായ രംഗങ്ങളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള അനാശാസ്യ പ്രവണതകളാണ്. ഇന്ന് ലോകം ഭരിക്കുന്നത് മുഴുവൻ മൂലധന ശക്തികളാണ്. ആ മൂലധന ശക്തികളെ പിന്തുണയ്ക്കുന്ന അതിതീവ്രമായിട്ടുള്ള പിന്തിരിപ്പൻ ആശയങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഭരണകൂടങ്ങളാണ് 38 രാജ്യങ്ങളിൽ ലോകത്തിൽ അധികാരത്തിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി സാഹോദര്യവും മതസഹിഷ്ണുതയും സ്നേഹവും സ്വാതന്ത്ര്യമില്ലായ്മയൊക്കെ അനുഭവപ്പെടുന്നതിൽ വലിയ അനുഭവമൊന്നുമില്ല. അപ്പം അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ഒരു മനുഷ്യനെ അനുസ്മരിക്കുക എന്ന് പറയുമ്പോൾ വളരെയധികം ശ്ലാഘനീയമായൊരു കാര്യമാണ്.
പ്രത്യേകിച്ചൊരു മനുഷ്യനെ അനുസ്മരിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ തന്നെ ഓർമ്മിക്കാനിടയില്ലാത്ത സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മൾ ദിവംഗതനായൊരു മനുഷ്യനെ കുറിച്ച് ഓർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ആത്മാർത്ഥവും അഭിനന്ദനീയവുമായ കാര്യം. എന്തുകൊണ്ടാണ് മനുഷ്യനെ ഓർക്കുന്നത്? പരോപകാരം ചെയ്യുന്ന മനുഷ്യന്മാരില്ല എന്നുള്ളതല്ല, ഒരുപാട് മനുഷ്യർ മറ്റുള്ളവരെ സഹായിക്കുന്നവരുണ്ട്. പക്ഷെ ബഹുഭൂരിഭാഗം വരുന്ന മനുഷ്യർ അന്യന്റെ വേദനയിൽ പങ്കുചേരാൻ താല്പര്യമില്ലാത്തവരാണ് ഈ സമൂഹത്തിൽ. ജാതിയും മതവും നിറവൊക്കെ പറഞ്ഞ് സഹായിക്കുന്നവരുടെ എണ്ണം കൂടി വരിക. അപ്പൊ അങ്ങനെയൊന്നുമല്ലാത്ത കുറെ ആൾക്കാർ ഈ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിലൊക്കെ ഉണ്ടായിരുന്നു. അവരാണ് ഈ കേരളത്തിനെ എങ്ങനെയാക്കിയത്? ഇന്ത്യയെ ബഹുസ്വരതയുടെ വൈവിധ്യങ്ങളുടെ ഒരു പൂങ്കാവനമാക്കി മാറ്റിയത്. അവരുടെ ചിന്തകൾ, അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ വാക്കുകളാണ് ജനലക്ഷങ്ങളെയോ ജനകോടികളെയോ പ്രചോദിപ്പിച്ചത്. എത്രയോ മഹാനുഭാവന്മാരുടെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ കഴിഞ്ഞൊരു 30 കൊല്ലം നോക്കൂ, ഒരു മഹാൻ എന്ന് പറയുന്ന ഒരാൾ ലോകത്തിലില്ല. പക്ഷെ ചെറിയൊരു പൊതുയോഗം സംഘടിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാംസ്കാരിക സംഘടനയുടെയൊക്കെ സമ്മേളനം സംഘടിപ്പിക്കുമ്പോഴോ സംഘാടകർ നോട്ടീസ് അടിക്കും, മഹത് വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്നു. ഏത് മഹത് വ്യക്തി? കേട്ടാ തോന്നുന്നു മഹാത്മാഗാന്ധി പങ്കെടുക്കുക. സ്റ്റേജിൽ കയറിയിരിക്കുന്ന ആൾക്കാരൊക്കെ മഹാന്മാരാക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തൊരു അനാരോഗ്യകരമായ പ്രവണതയാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ സമൂഹം എങ്ങനെയായത്. ചിത്രം നമ്പൂരിപ്പാട് അദ്ദേഹത്തിന്റെ സർഗാത്മകത, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള സമതന്ത്രിതാവസ്ഥയുടെ മനസ്സായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്തതാണ്. മൂന്നാമത്തതാണ് സംജ്ഞാനം എന്ന് ഉപനിഷത്ത് പറയുന്നത്. ആ സംജ്ഞാനം എന്ന് പറയുന്നത് ഈ സംജ്ഞാനം പറയാൻ മറന്നേ, നമ്മളെ വിമർശിക്കരുതെന്ന് പറയാൻ മറന്നേ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ് മൂണ്ടാറ്റം വന്നിട്ടുണ്ട്. എന്നിട്ടും ഗാന്ധി 15 മിനിറ്റ് കഴിഞ്ഞിട്ട് വ്ളാഡിമിർ പേരിലുള്ള അവാർഡ് അദ്ദേഹത്തിന് സമർപ്പിച്ചു വീട്ടിൽ. അന്നോട് 10-15 ആൾക്കാരും വേറെ സന്നിഹിതരെ തമ്മിലുള്ള ബന്ധം, വന്നേരി നാടിന്റെ ചരിത്രം, മൂക്കുതല പ്രദേശത്തിന്റെ ചരിത്രം, ഇവിടെ പഴയ പുരോഗമന പ്രസ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള അതിന്റെ ദീപ്തമായ സ്മരണയ്ക്ക് മുന്നിൽ നാമമർപ്പിക്കുന്നു. ആശംസകൾ. പഞ്ചായത്ത് പ്രസിഡന്റ്, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ്, വാർഡ് മെമ്പർമാർ, വിവിധ സാംസ്കാരിക സംഘടനകളിലെ പ്രതിനിധികൾ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ച് ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു. സമയപരിമിതി ഉള്ളതുകൊണ്ട് ആരുടെയും പ്രസംഗങ്ങൾ പൂർണ്ണമായി ഉൾപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിലും ഓരോ 15 സെക്കൻഡിലും നിങ്ങൾ കാണുന്ന ഈ വ്യക്തിത്വങ്ങൾ അദ്ദേഹത്തോടുള്ള സ്നേഹമാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. മുഴുവൻ പ്രസംഗവും കേൾക്കാൻ താല്പര്യമുള്ളവർക്കായി അത് എന്റെ ചാനലിൽ ഞാൻ പ്രത്യേകമായി അപ്ലോഡ് ചെയ്യുന്നതാണ്. പള്ളിയിൽ പോകേണ്ട ആളുകൾക്കെങ്കിലും ഭക്ഷണം കഴിച്ച് പോകാൻ കഴിയണം, പിന്നെ ബാക്കിയുള്ളവർക്ക് പിന്നെയും കഴിക്കണം. ആ രീതിയിൽ അപ്പോൾ ഒരു 12:15 നമ്മളുടെ ഈ ചടങ്ങ് അവസാനിക്കുന്ന രീതിയിൽ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. നമുക്ക് ചിത്രമൂപ്പാടിനെ പറ്റി പറയാൻ മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന ആളുകളോട് ഉണ്ട് നമുക്കറിയാം. അപ്പോൾ ഉള്ള സമയത്തിനുള്ളിൽ പിന്നെ നമുക്ക് എല്ലാവരുടെയും ഒരു ഓർമ്മകൾ പങ്കുവയ്ക്കാം. നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ യോഗത്തിന് സ്വാഗതം പറയുമ്പോൾ എല്ലാ ആളുകളുടെയും പേര് പറയാൻ സ്വാഗത പ്രസംഗിക്കാൻ കഴിയില്ല എന്നുള്ളത് നമുക്കറിയാവുന്നതുകൊണ്ടാണ്. നമ്മളോട് അടുത്തായി സംസാരിക്കുന്നത് ആലങ്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീമതി ആസിയ ഇബ്രാഹിം. സ്നേഹപൂർവ്വം ആസിയ മേഡത്തിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. വാസ്മാഷെന്നെ വിളിച്ചിട്ടിങ്ങനെ ചിത്രം നമ്പൂതിരിപ്പാടിൻ്റെ അനുസ്മരണ യോഗമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഏറെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. എനിക്ക് ഇന്ന് വേറെ പല കാര്യങ്ങളും ഉണ്ടായിരുന്നാലും ഇതിനേക്കാൾ വലുതായിട്ട് മറ്റൊന്നുമില്ല എന്ന് തന്നെ എനിക്ക് തോന്നിപ്പോയി. അത്രയും വിശാല മനസ്സിൻ്റെ ഉടമയായിരുന്ന ചിത്രം നമ്പൂതിരിപ്പാടിനെ സ്മരിക്കുക എന്നത് ജീവിതത്തിൽ വലിയ ഭാഗ്യം തന്നെ. നാടകരായിട്ടുള്ള എല്ലാവരെയും മുക്തകണ്ഠം
ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. ആലങ്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ സുബൈർ പറഞ്ഞു. പ്രിയപ്പെട്ട വേദിയിലും സദസ്സിലിരിക്കുന്ന എൻ്റെ അധ്യാപകർ ഉൾപ്പെട്ട പ്രിയപ്പെട്ടവരെ, ശ്രീ ചിത്രം നമ്പൂതിരിപ്പാടിനെ പറ്റി എനിക്ക് നേരിട്ട് വലിയ പരിചയമായിരുന്നു. കേൾവിയിലും അറിവിലും ഒരുപാട് ബന്ധം നമുക്ക് മനസ്സിലുണ്ട്. വലിയൊരു ക്വാളിറ്റിയുള്ള ഒരാളാണ് ചിത്രം നമ്പൂതിരിപ്പാട്. കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അത് ഇന്നുള്ള കാലത്ത് നമുക്ക് എവിടെയെങ്കിലും കാണാൻ കഴിയുമോ എന്ന് പോലും സംശയമാണ്. വിദ്യ എന്നത് ഒരു കച്ചവടമല്ല, മറിച്ച് അതെല്ലാവർക്കും കിട്ടേണ്ട അവകാശമാണെന്ന് അദ്ദേഹം പ്രവൃത്തിയിലൂടെ കാണിച്ചു തന്ന ഒരാളാണ്. അതുപോലെ ഈ നാടിന് അക്ഷര വെളിച്ചം പകർന്നു നൽകിയ ആ വലിയ വ്യക്തിക്ക് പ്രണാമം അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം വിഭാവനം ചെയ്തതുപോലെ മൂല്യബോധമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പരിശ്രമിക്കാമെന്നും അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം പോലെ ഇനിയുള്ള ഒരു ഭാവി വളരെ നല്ല നിലയ്ക്ക് നല്ലൊരു വ്യക്തികളായി നല്ലൊരു സമൂഹത്തിലേക്ക് നല്ലൊരു വാഗ്ദാനമായിട്ട് കുട്ടികളെ വാർത്തെടുക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗ്രാമപഞ്ചായത്തിൽ നമ്മുടെ വിദ്യാലയം സ്ഥിതി ചെയ്യുന്ന വാർഡിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ശ്രീമതി നിഷ. വേദിയിലും സദസ്സിലിരിക്കുന്ന ബഹുമാനരെ എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് നാടിൻ്റെ ഗുരുനാഥൻ ചിത്രം നമ്പൂതിരിപ്പാടിനെ അനുസ്മരിക്കുന്ന ഈ വേളയിൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ നമുക്ക് ജീവിതത്തിൽ പകർത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പരിപാടി ഗോൾഡ് സ്റ്റുഡൻറ് അസോസിയേഷൻ സംഘടിപ്പിച്ചതിനെ അവരെ അഭിനന്ദിക്കുന്നു. നമ്മുടെ സ്കൂളിൻ്റെ ഇപ്പോഴത്തെ PTA പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ പ്രണവം പ്രസാദ്. ഏറ്റവും പ്രിയപ്പെട്ട യോഗ അധ്യക്ഷൻ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ, ഞാൻ ഈ സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി അല്ല എന്നിരുന്നാലും ഇപ്പോഴത്തെ പുതിയ ഒരു PTA പ്രസിഡന്റ് എന്നൊരു ഭാഗ്യം എനിക്ക് കിട്ടി. ശ്രീ ചിത്രം നമ്പൂതിരിപ്പാടുമായിട്ട് അധിക ബന്ധമില്ല, 12 പ്രാവശ്യം അദ്ദേഹത്തെ കാണാൻ സാധിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഞാനെന്താ പറയേണ്ടതെന്ന് അറിയില്ല. എൻ്റെ അച്ഛനെ പറ്റി ഞാൻ തന്നെ പറയണതിൽ ഒരർത്ഥമില്ല, അനുസ്മരിക്കുന്നതിന്. പക്ഷേ ഇതൊരു ചടങ്ങ് സംഘടിപ്പിച്ച അഭിനന്ദനം അർഹിക്കുന്നതിന് മാത്രം എല്ലാ മംഗളങ്ങളും നടന്നു. നമ്മുടെ സ്കൂളിൻ്റെ മുൻപത്തെ PTA പ്രസിഡന്റും അതുപോലെ തന്നെ ഇപ്പോൾ പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിട്ടുള്ള മുസ്തഫ ചാലുകരങ്ങൾ സംസാരിക്കും. നമസ്കാരം. ബഹുമാനപ്പെട്ട ഇന്നത്തെ ഈ അനുസ്മരണ പരിപാടിയുടെ അധ്യക്ഷൻ, അതേപോലെ പരിപാടി ഉദ്ഘാടനം നിർവഹിച്ച നമ്മളുടെ ഹജ്ജ് സാറ്, അതേപോലെ ഈ വേദിയിലെ സദസ്സിലും ഇരിക്കുന്ന എൻ്റെ ഗുരുനാഥന്മാർ, എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിനെ ധന്യമാക്കിയ, അവസാനമായി വേദിയിലേക്ക് എത്തുന്നത് പ്രിയപ്പെട്ട ശിഷ്യന്മാരാണ്. വർഷങ്ങൾക്ക് ഇപ്പുറവും തങ്ങളുടെ ഗുരുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുമ്പോൾ പലരുടെയും വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു. നമ്മുടെ ഈ സംഘടന വളരെ നേരത്തെ തന്നെ, അതായത് ഈ പരിപാടിയുടെ അധ്യക്ഷൻ, ഉദ്ഘാടകൻ, മുഖ്യപ്രഭാഷകൻ, മറ്റു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ നമസ്കാരം. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുക അദ്ദേഹത്തിൻ്റെ ജന്മത്തിൽ എന്നാണ്. പക്ഷേ അത്രയും വലിയൊരു ഓർമ്മകളൊന്നും ഞാൻ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ,
അധ്യക്ഷൻ, അതുപോലെ തന്നെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ ഗുരുനാഥകന്മാരെ, മഹാനായ നമ്മുടെ നാടിൻ്റെ ഗുരുനാഥൻ ചിത്രനമ്പൂതിരിപ്പാടിൻ്റെ ഈ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതും അതുപോലെ തന്നെ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ജീവിക്കാനും അദ്ദേഹത്തെ കാണാനും. ബഹുമാന്യനായ അധ്യക്ഷൻ, ഉദ്ഘാടക, നമ്മുടെ പ്രസിഡന്റ് ശാന്തിനി മാഡം, മറ്റ് വിശിഷ്ട സ്റ്റേജിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ചിത്ര നമ്പൂതിരിപ്പാടിൻ്റെ അനുസ്മരണത്തോടനുബന്ധിച്ചാണ് നമ്മളെല്ലാവരും കൂടിയിട്ടുള്ളത്. ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച സംഘാടകരിനെ ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ്. ചിത്ര നമ്പൂതിരിപ്പാട് ചിത്ര നമ്പൂതിരിപ്പാട് മാഷുമായി പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. ആർക്കും ഓർമ്മകൾ പങ്കുവയ്ക്കാം. കൃത്യമായിട്ട് പേരുകൾ പറഞ്ഞിങ്ങനെ അവതരിക്കാൻ നല്ലത് ഒന്ന് സ്വയം പറയണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ വന്നാൽ ഇത് നമ്മൾ വേറെ ഔപചാരികതയൊന്നുമില്ല, സ്വയം മുന്നോട്ട് വന്നുകൊണ്ട് വേദിയിലുള്ള വിശിഷ്ട വ്യക്തി, പ്രധാനപ്പെട്ട നമ്മുടെ സ്നേഹിതന്മാരെ, വിദ്യാർത്ഥികൾ, 1965 10ാം ക്ലാസ് തെച്ച് പാസ്സായി വ്യക്തിയാണ്. അന്ന് നമ്മുടെ എല്ലാ വിഷയങ്ങളിലും ഈ നൈസ് ലാംഗ്വേജ്. വളരെ ക്ഷമാപണത്തോടു കൂടിയാണ് ഞാൻ തുടങ്ങുന്നത്. എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിൻ്റെ മകളുടെ കല്യാണമായിരുന്നു ഇന്ന്. ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ്. ഒന്ന് പങ്കെടുത്ത് പോരാന്ന് വിചാരിച്ചുകൊണ്ട് പോയി. ഇവിടെ നമ്മുടെ അധ്യാപകരെ കണ്ടപ്പോൾ കുറച്ച് വൈകിപ്പോയി, ക്ഷമിക്കണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്തായാലും നാടിൻ്റെ ഗുരുനാഥൻ ചിത്ര നമ്പൂതിരിപ്പാടിൻ്റെ ഈ ജന്മദിനാഘോഷം ഏറ്റവും നല്ല രീതിയിൽ അജിത് സാർ, കൊളാടി സാർ അനുസ്മരിച്ചതായിട്ട് അറിയാൻ കഴിഞ്ഞു. നിങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ എല്ലാ ഉദയം കിട്ടിയ ശേഷം ബുധനോട് ചോദിച്ചു, അങ്ങ് ദൈവമാണോ? ബുധൻ പറഞ്ഞു, അല്ല. അങ്ങ് പ്രവാചകനാണോ? ബുധൻ പറഞ്ഞു, അല്ല. പിന്നെ അങ്ങ് ആരാണ്? ഞാൻ ഉണർന്നവനാണ്. ഉണർന്നവന് മാത്രമേ അവനവനെ അറിയാൻ കഴിയൂ. എൻ്റെ സുഹൃത്ത് അജിത് കൊളാടി ഈ കാര്യത്തെക്കുറിച്ച്. അധ്യക്ഷൻ ശ്രീ അടാട്ട് വാസുദേവൻ മാഷും മറ്റ് വേദിയിലും സദസ്സിലും സുഹൃത്തുക്കളെ, എനിക്ക് ചിത്രനമ്പൂതിരിപ്പാടിനെ കുറിച്ചൊക്കെ ഇവിടെ ധാരാളം പറഞ്ഞു. ഞാൻ എൻ്റെ ചില അനുസ്മരണത്തിലാണ് എനിക്കിപ്പോൾ എൻ്റെ മനസ്സ് വന്നത്. ഞാൻ മൂക്കൽ സ്കൂൾ ഇവിടെ പഠിക്കുന്ന കാലത്ത് ഇവിടെ ഇപ്പോൾ എന്നെ പഠിപ്പിച്ച ഡ്രിൽമാട്ട്, നിങ്ങൾ ഡ്രിൽമാട്ടെന്ന് വിളിക്കുക, ജോബ് മാസ്റ്റർ സാർ ഇവിടെ ഉണ്ട്. അദ്ദേഹം നന്നായിട്ട് പറയും. ഇപ്പോഴും എൻ്റെ പേര് രാജീവ് കൊടുത്തു. പലർക്കും നിങ്ങൾ എന്നെ അറിയുന്നുണ്ടാവില്ലായിരിക്കും. ഞാൻ ആക്ച്വലി ശ്രീ ചിത്ര നമ്പൂതിരിപ്പാടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഐ തിങ്ക് എന്താ പറയുക, മൾട്ടിപ്പിൾ ജനറേഷൻസിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഒരു എക്സാമ്പിളാണ് ഞാൻ. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു ഇത് പറയാം. ഞാൻ വേദിയിലും സദസ്സിലും നടന്നു നിൽക്കുന്ന വ്യക്തിത്വങ്ങളെ സമയം വളരെ വൈകിപ്പോയി. എവിടെ തുടങ്ങണം, എങ്ങനെ പറയണം എന്നറിയാത്ത ഒരു സന്ദർഭത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതാണ്, ഈ വിദ്യാലയത്തെക്കുറിച്ചോ ഈ വിദ്യാലയത്തിൻ്റെ സ്ഥാപകനെ കുറിച്ചോ ഒന്നും അറിയില്ല. അങ്ങനെ ഇപ്പം ഇവിടെ പങ്കെടുത്തിട്ടുള്ള ഏതാനും വ്യക്തികളുടെ കാലശേഷം ഈ രീതിയിലുള്ള ഒരു അനുസ്മരണം. ചിത്ര നമ്പൂതിരിപ്പാടിൻ്റെ അനുസ്മരണ ദിനം ആഘോഷിക്കുന്നതിന് അധ്യക്ഷത വഹിക്കുന്ന ഡോക്ടർ മാഷ്, മുഖ്യ പ്രഭാഷണം നടത്തിയ ദേവൻ എന്ന അജിത് കൊളാടി, ഇവിടെ സന്നിധരായ അധ്യാപകരെ, സുഹൃത്തുക്കളെ, നാട്ടുകാർ, വളരെ വിശദമായി തന്നെ ഇവിടെ എല്ലാവരും സംസാരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ചിത്ര നമ്പൂതിരിപ്പാട് സാംസ്കാരിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും മാത്രമല്ല
കാർഷിക രംഗത്തും കാർഷിക മേഖലയെ നേരായ വഴിയിലേക്ക് നയിച്ച ഒരു മഹാനായ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഏകദേശം ചാനകി ടീച്ചർക്ക് ഇവിടുത്തെ അപ്പോയിൻമെന്റ് കിട്ടിയതിനെ പറ്റി അതിൽ നേരിട്ട് ഇതുള്ള ആളാണ് ഞാൻ 55 ഇവിടെ പോയി പഠിക്കുമ്പോഴാണ് എന്നെ സ്കൂളിലെ ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞു. വിളിക്കുന്നുണ്ട്, ഗവൺമെൻറ് സ്കൂളിൽ ഓഫീസിൽ വന്നിട്ട് പോകണമെന്നാണ്. അപ്പം അതിന് സ്വല്പം ഒരു ഭയം ഉണ്ടായി. ഓഫീസിൽ വന്നിട്ടാൽ എന്താ എന്തെങ്കിലും സാധാരണ കുറ്റം ചെയ്ത ആൾക്കാരൊക്കെ എന്തെങ്കിലും പണിഷ്മെൻറ്റിനൊക്കെ അങ്ങനെ വിളിക്കാറുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അംബിഷൻ അംബിഷനാണ് ഇവിടുത്തെ ക്ലാർക്ക്. അദ്ദേഹം പറഞ്ഞു, ഇതൊരു കവറുണ്ട്, ഇത് ചേച്ചിക്ക്. സത്യത്തിലെ ആളുകളുടെ എന്നെ എത്രയാണെന്നുള്ള എല്ലാ പ്രശ്നം എനിക്ക് തോന്നുന്നു ഒരു ഹൃദ്യമായിട്ടുള്ള അനുസ്മരണ ചടങ്ങാണ് ഇവിടെ നടന്നത്. ഇവിടെ സംസാരിക്കാത്ത ആളുകൾക്കും ഒട്ടേറെ കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ ചോദിച്ചു, അതിലും ഇനി പറയേണ്ട നീട്ടിക്കൊണ്ടുപോകണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ നമുക്ക് ജോബ് മാഷ് പറയണത് കേൾക്കണമെന്നാണ് മോഹമുള്ളത്. എത്ര മനോഹരം എൻ്റെ വിദ്യാലയം, എന്തു മധുരമീ ഓർമ്മകൾക്ക്. എത്ര മനോഹരം എൻ്റെ വിദ്യാലയം, എന്തു മധുരമീ ഓർമ്മകൾക്ക്. നിലവിൻ നറുമലർ മധുനുകരാനായി പോയ വസന്തമേ മടങ്ങി വരൂ. ചടങ്ങുകൾക്ക് ശേഷം അദ്ദേഹത്തോടുള്ള സ്നേഹ സൂചകമായി മനോഹരമായ ഒരു പിറന്നാൾ സദ്യയും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ആ വലിയ മനസ്സിന്റെ ഓർമ്മയ്ക്കായി ഒരുക്കിയ ഈ ജന്മദിന സദ്യയോടെ ഇന്നത്തെ ഈ സ്മരണാദിന ചടങ്ങുകൾ അവസാനിക്കുകയാണ്. ശ്രീ ചിത്രൻ നമ്പൂതിരിപ്പാട് എന്ന കർമ്മയോഗിക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർത്തിയാകുന്നു. ഈ സ്മരണകൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരവസരത്തിൽ പുതിയൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഞാൻ ജനു ജനാർദ്ദനൻ മൂക്കുതല. മനസ്സിൻ മണിച്ചെപ്പിൽ മാഞ്ഞു പോകാതെ നാം ഒരു മയിൽ പീലി പോൽ ചേർത്തു വച്ചു. മനസ്സിൻ മണിച്ചെപ്പിൽ മാഞ്ഞു പോകാതെ നാം ഒരു മയിൽ പീലി പോൽ ചേർത്തു വച്ചു. നിറമുള്ള കൗമാര നഷ്ടചിത്രങ്ങളെ തിരികെ വരൂ, എൻ്റെ കൂടെ വരൂ. സുന്ദര സ്വപ്നങ്ങൾ നെയ്തു തരൂ. എത്ര മനോഹരം എൻ്റെ വിദ്യാലയം. പനിമതി പോലെ പ്രണയവർണ്ണങ്ങളന്ന് തനുവിലും കരളിലും പെയ്തിറങ്ങി. പനിമതി പോലെ പ്രണയവർണ്ണങ്ങളന്ന് തനുവിൽ